എല്ലാവർക്കും നമസ്കാരം. സൈക്കോളജി ക്ലാസ് റൂമിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. സൈക്കോളജി ക്ലാസ് റൂമിൻ്റെ മൂന്നാമത്തെ ക്ലാസ്സാണ് ഇന്ന് നമ്മൾ അവതരിപ്പിക്കുന്നത്. ആദ്യ രണ്ട് ക്ലാസ്സുകളിൽ +2 സൈക്കോളജി വിദ്യാർത്ഥികളുടെ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ഒന്നാമത്തെ യൂണിറ്റായുള്ള സൈക്കോളജിക്കൽ ആട്രിബ്യൂട്ട്സ്, വേരിയേഷൻസ് ഇൻ സൈക്കോളജിക്കൽ ആട്രിബ്യൂട്ട്സ് എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ടുള്ള ചില കണ്ടന്റുകളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആദ്യത്തെ എപ്പിസോഡിൽ നമ്മൾ എന്താണ് സൈക്കോളജിക്കൽ ആട്രിബ്യൂട്ട്സ് എന്നും പ്രധാനപ്പെട്ട സൈക്കോളജിക്കൽ ആട്രിബ്യൂട്ട്സ് ആയുള്ള ഇൻ്റലിജൻസ്, പേഴ്സണാലിറ്റി, ആപ്റ്റിറ്റ്യൂഡ്, ഇൻട്രസ്റ്റ്, വാല്യൂസ് ഇതായ സൈക്കോളജിക്കൽ ആട്രിബ്യൂട്ട്സ് എന്തൊക്കെയാണെന്ന് പരിചയപ്പെട്ടു. ഒപ്പം തന്നെ എങ്ങനെ ഈ സൈക്കോളജിക്കൽ ആട്രിബ്യൂട്ട്സിനെ നമുക്ക് അസസ് ചെയ്യാം എന്ന് സൈക്കോളജിക്കൽ ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് അസസ് ചെയ്യാം. നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുള്ള ഒബ്സർവേഷൻ, ഇൻ്റർവ്യൂ, കേസ് സ്റ്റഡി മുതലായുള്ള എക്സ്പെരിമെൻ്റ് മുതലായുള്ള സൈക്കോളജിക്കൽ ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് ഈ സൈക്കോളജിക്കൽ ആട്രിബ്യൂട്ട്സിനെ അസസ് ചെയ്യാമെന്ന് നമ്മൾ മനസ്സിലാക്കി. രണ്ടാമത്തെ എപ്പിസോഡിൽ രണ്ടാമത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് ഇൻ്റലിജൻസിൻ്റെ ഡെഫിനേഷൻസിനെ കുറിച്ചാണ്. ഈ ചാപ്റ്റർ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടൻ്റായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇൻ്റലിജൻസിനെ കുറിച്ചാണ്. ഇൻ്റലിജൻസ് എന്താണെന്ന്, അതിൻ്റെ നിർവചനം എന്താണെന്ന് വ്യത്യസ്ത മനഃശാസ്ത്രജ്ഞർ ഇൻ്റലിജൻസിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നു എന്ന് നമ്മൾ രണ്ടാമത്തെ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കി. അതിൻ്റെ അവസാന ഭാഗത്ത് നമ്മൾ തിയറീസ് ഓഫ് ഇൻ്റലിജൻസിനെ കുറിച്ചുള്ള ഒരു ഇൻട്രഡക്ഷൻ കൂടി പറഞ്ഞിട്ടാണ് നമ്മൾ ക്ലാസ് അവസാനിപ്പിച്ചത്. ഇത് നമ്മൾ ചർച്ച ചെയ്യുന്നത് തിയറീസ് ഓഫ് ഇൻ്റലിജൻസിനെ കുറിച്ചാണ്. തിയറീസ് ഓഫ് ഇൻ്റലിജൻസിനെ പൊതുവെ പല രീതിയിലുള്ള തിയറീസ് അവൈലബിൾ ആണ്. ദർ ആർ സെവറൽ തിയറീസ് അബൌട്ട് ഇൻ്റലിജൻസ്. പല മനഃശാസ്ത്രജ്ഞരും പല രീതിയിൽ ഇൻ്റലിജൻസിനെ തിയറട്ടൈസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യപ്പെടുന്നത് ഇൻ്റലിജൻസിനെ ബ്രോഡായിട്ട് നമുക്ക് രണ്ട് തരത്തിൽ ഇൻ്റലിജൻസ് തിയറീസിനെ ബ്രോഡായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ അവസാന ഭാഗത്ത് നമ്മൾ ചർച്ച ചെയ്തതാണ്. ഒരിക്കൽ കൂടി പറയാം. സൈക്കോമെട്രിക് അല്ലെങ്കിൽ സ്ട്രക്ചറൽ അപ്രോച്ച് എന്ന് ഒരു ഗ്രൂപ്പിന്, ഒന്നാമത്തെ ഗ്രൂപ്പിന് നമുക്കെന്ത് പറയാം? സൈക്കോമെട്രിക് അല്ലെങ്കിൽ സ്ട്രക്ചറൽ അപ്രോച്ച്. രണ്ടാമത്തെ ഗ്രൂപ്പിന് നമുക്ക് രണ്ടാമത്തെ ഒരു ക്ലാസിഫിക്കേഷൻ, ഇൻ്റലിജൻസ് ടെസ്റ്റിൻ്റെ ഇൻ്റലിജൻസുകളുടെ ഇൻ്റലിജൻസ് തിയറീസിനെ പൊതുവെ നമുക്ക് ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് അപ്രോച്ച്. രണ്ട് തരത്തിലുള്ള തിയറീസിന് കുറേയധികം തിയറീസ് ഉണ്ട്. ദർ ആർ സെവറൽ തിയറീസ്. നമ്മളുടെ ചാപ്റ്ററിൽ, നമ്മുടെ യൂണിറ്റിൽ നമ്മൾ ഏതാണ്ട് 8ഓളം തിയറീസ് നമ്മൾ പഠിക്കുന്നുണ്ട്. ഈ തിയറീസിനൊക്കെ പൊതുവെ രണ്ടായിട്ട് തരംതിരിക്കാം. സൈക്കോമെട്രിക് അപ്രോച്ച് എന്നും, അല്ലെങ്കിൽ അതിന് പറയുന്ന വേറെ പേരാണ് സ്ട്രക്ചറൽ അപ്രോച്ച് എന്നും. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ പറയുന്നത് ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് അപ്രോച്ച്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് ആദ്യം നോക്കാം. രണ്ടായിട്ട് തരംതിരിക്കാമെന്നാണ് പറഞ്ഞത്. സൈക്കോമെട്രിക് അപ്രോച്ചും ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് അപ്രോച്ചും. സൈക്കോമെട്രിക് അപ്രോച്ച് എന്ന് പറയുന്നത് പൊതുവെ ഇൻ്റലിജൻസിനെ സൈക്കോമെട്രിക് അപ്രോച്ചിലുള്ള സൈക്കോളജിസ്റ്റുകൾ ഇൻ്റലിജൻസിനെ നോക്കിക്കാണുന്നത് ഇറ്റ്സ് എൻ അഗ്രിഗേറ്റ് ഓഫ് എബിലിറ്റീസ്. അതായത് എബിലിറ്റീസിൻ്റെ നമ്മുടെ കഴിവുകളുടെ ഒരു ആകെത്തുകയായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഇൻ്റലിജൻസിനെ സൈക്കോമെട്രിക് അപ്രോച്ചിലുള്ള സൈക്കോളജിസ്റ്റുകൾ വീക്ഷിക്കുന്നത്. അവരതിനെ വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ ഇൻ്റലിജൻസിനെ ഒരു സിംഗിൾ ഇൻഡെക്സ് ഓഫ് കോഗ്നിറ്റീവ് എബിലിറ്റീസ്, നമ്മളുടെ കോഗ്നിറ്റീവ് എബിലിറ്റീസിൻ്റെ ബുദ്ധിപരമായിട്ടുള്ള നമ്മളുടെ കഴിവുകളുടെ ഒരു ആകെത്തുകയായിട്ടുള്ള ഒരു സിംഗിൾ ഇൻഡെക്സിലേക്ക് ഇൻഡെക്സ് ഓഫ് എബിലിറ്റീസ് എന്ന രീതിയിലാണ് സൈക്കോമെട്രിക് അപ്രോച്ച് തിയറിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന സൈക്കോളജിസ്റ്റുകൾ ഇൻ്റലിജൻസിനെ നോക്കിക്കാണുന്നത്. രണ്ടാമത്തെ ഗ്രൂപ്പിലേക്ക് വരികയാണെങ്കിൽ, ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് അപ്രോച്ച് ഗ്രൂപ്പിലേക്ക് വരികയാണെങ്കിൽ അവരുടെ അഭിപ്രായത്തിൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് അവരെ ഇങ്ങനെ ഒരു സ്ട്രക്ചറൽ രീതിയിലല്ല ഇൻ്റലിജൻസ് നോക്കിക്കാണുന്നത്. ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് പ്രോസസ്സിനെ കുറിച്ചാണ് അവർ പഠിക്കുന്നത്. ഇൻ്റലക്ച്വൽ പ്രോസസ്സിനെ കുറിച്ചാണ്. അതായത് ഏതൊക്കെ പ്രോസസ്സാണോ ഇൻ്റലക്ച്വൽ റീസണിങ്ങിനും പ്രോബ്ലം സോൾവിങ്ങിനും ബുദ്ധിപരമായിട്ട് യുക്തി ഉപയോഗിച്ചുകൊണ്ട് ബുദ്ധിപരമായിട്ട് പ്രവർത്തിക്കുന്നതിനും ഒപ്പം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനൊക്കെ ഏതൊക്കെ പ്രോസസ്സുകളാണ് ഒരു വ്യക്തി ഉപയോഗിക്കുന്നത്, അത്തരം പ്രോസസ്സുകളിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് വേണം ഇൻ്റലിജൻസിനെ മനസ്സിലാക്കണം എന്ന് പറയുന്ന അപ്രോച്ചാണ് പറയുന്നത് ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് പറയുന്നത്? ഡിസ്ക്രൈബ്സ് ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് അപ്രോച്ചിൽ അവർ ഡിസ്ക്രൈബ്സ് ദ പ്രോസസ്സസ് യൂസ്ഡ് ഇൻ ഇൻ്റലക്ച്വൽ റീസണിങ് ആൻഡ് പ്രോബ്ലം സോൾവിങ്. അവരുടെ ഫോക്കസ് എന്ന് പറയുന്നത് പലപ്പോഴും എങ്ങനെയാണ് ഒരു ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ഹൗ ആൻ ഇൻ്റലിജൻറ്റ് പേഴ്സൺ ആക്ട്സ് എന്നതിലാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. നേരെ മറിച്ച് സ്ട്രക്ചറലിസ്റ്റിക് അപ്രോച്ചിലേക്ക് വരുമ്പോൾ അവരുടെ ഫോക്കസ് എന്ന് പറയുന്നത് സ്ട്രക്ചർ ഓഫ് ഇൻ്റലിജൻസിലാണ്. അതിൻ്റെ അണ്ടർലൈങ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സിനാണ്, ഡയമെൻഷൻസ് ഏതൊക്കെയാണ്, അതിൻ്റെ സ്ട്രക്ചേഴ്സ് എന്താണോ അതിലാണ് സ്ട്രക്ചറലിസ്റ്റ് അപ്രോച്ച് ഓഫ് ഇൻ്റലിജൻസ് മനഃശാസ്ത്രജ്ഞർ ഫോക്കസ് ചെയ്യുന്നത്.
എന്നാൽ ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് അപ്രോച്ചിലേക്ക് വരുമ്പോൾ അവർ ഫോക്കസ് ചെയ്യുന്നത് എങ്ങനെയാണ് ഒരു ഇൻ്റലിജൻറ്റ് പേഴ്സൺ ആക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇൻ്റലക്ച്വൽ ബിഹേവിയറിൻ്റെ പ്രോസസ്സുകൾ എന്തൊക്കെയാണ്, അതിന് അണ്ടർലൈങ് ആയിട്ടുള്ള കോഗ്നിറ്റീവ് ഫങ്ഷൻസ് ഏതൊക്കെയാണെന്ന് ഫോക്കസ് ചെയ്തുകൊണ്ട് ആണ് ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് അപ്രോച്ചിലുള്ള തിയററ്റീഷ്യന്മാർ ഇൻ്റലിജൻസിനെ നോക്കിക്കാണുന്നത്. ആദ്യമായിട്ട് നമുക്ക് ഏതൊക്കെയാണ് തിയറീസ് നോക്കാം. എട്ടോളം തിയറീസാണ് നമ്മൾ ഈ യൂണിറ്റിൽ പഠിക്കുന്നത്. അതിൽ 5 സ്ട്രക്ചറലിസ്റ്റ് അല്ലെങ്കിൽ സൈക്കോമെട്രിക് അപ്രോച്ച് എന്ന് പറഞ്ഞ ഗ്രൂപ്പിലും 3 ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് അപ്രോച്ച് എന്ന് പറഞ്ഞ ഗ്രൂപ്പിലുമായിട്ട് 8 തിയറീസ് ഓഫ് ഇൻ്റലിജൻസ് ആണ് നമ്മൾ ഈ യൂണിറ്റിൽ നമുക്ക് പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സ്ട്രക്ചറലിസ്റ്റിക് അപ്രോച്ച് അല്ലെങ്കിൽ സൈക്കോമെട്രിക് അപ്രോച്ചിൽ 3 തിയറീസിലാണ് ഇന്ന് നമ്മുടെ ചർച്ച കേന്ദ്രീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ബാക്കിയുള്ളത് അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് ചർച്ച ചെയ്യും. ഏതൊക്കെയാണ് ഈ സൈക്കോമെട്രിക് അപ്രോച്ച് തിയറീസ് എന്ന് നമുക്ക് ആദ്യം നോക്കാം. ഏതൊക്കെ തിയറീസാണ് സൈക്കോമെട്രിക് അപ്രോച്ച് നമുക്ക് പഠിക്കാനുള്ള തിയറീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ പഠിക്കുന്ന തിയറീസിൻ്റെ പേരുകൾ ആദ്യം പറയാം. ഒന്നാമത്തെ തിയറിയുടെ പേര് യൂണിഫാക്ടർ അല്ലെങ്കിൽ 1 ഫാക്ടർ തിയറി ഓഫ് ഇൻ്റലിജൻസ്. യൂണിഫാക്ടർ അല്ലെങ്കിൽ 1 ഫാക്ടർ തിയറി ഓഫ് ഇൻ്റലിജൻസ്. 2 2 ഫാക്ടർ തിയറി ഓഫ് ഇൻ്റലിജൻസ്. 3 തിയറി ഓഫ് പ്രൈമറി മെൻ്റൽ എബിലിറ്റീസ്. 4 ഹൈറാർക്കിക്കൽ തിയറി ഓഫ് ഇൻ്റലിജൻസ്. 5 സ്ട്രക്ചർ ഓഫ് ഇൻ്റലക്റ്റ് മോഡൽ ഓഫ് ഇൻ്റലിജൻസ്. 5 തിയറീസാണ് ഏത് ഗ്രൂപ്പിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്? സൈക്കോമെട്രിക് അപ്രോച്ച് ടു ഇൻ്റലിജൻസ് എന്ന ഗ്രൂപ്പിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നുകൂടി പറയാം. യൂണിഫാക്ടർ തിയറി ഓഫ് ഇൻ്റലിജൻസ്, അല്ലെങ്കിൽ അതിന് പറയുന്ന വേറെ പേരാണ് സിംഗിൾ ഫാക്ടർ തിയറി ഓഫ് ഇൻ്റലിജൻസ്. 2 ഫാക്ടർ തിയറി ഓഫ് ഇൻ്റലിജൻസ്. തിയറി ഓഫ് പ്രൈമറി മെൻ്റൽ എബിലിറ്റീസ്. ഹൈറാർക്കിക്കൽ തിയറി ഓഫ് ഇൻ്റലിജൻസ്. സ്ട്രക്ചർ ഓഫ് ഇൻ്റലക്റ്റ് മോഡൽ ഓഫ് ഇൻ്റലിജൻസ്. ഇങ്ങനെ 5 തിയറീസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ ആദ്യത്തെ 3 നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഒന്നാമത്തെ തിയറിയുടെ പേര് എന്താണ്? ഒന്നാമത്തെ തിയറിയുടെ പേര് യൂണിഫാക്ടർ അല്ലെങ്കിൽ 1 ഫാക്ടർ തിയറി ഓഫ് ഇൻ്റലിജൻസ്. യൂണിഫാക്ടർ അല്ലെങ്കിൽ 1 ഫാക്ടർ തിയറി ഓഫ് ഇൻ്റലിജൻസ്. ഈ ഒരു തിയറിയുടെ പ്രത്യേകത, നമ്മൾ കഴിഞ്ഞ ഡെഫിനേഷൻ നമ്മൾ പഠിച്ചപ്പോൾ ആദ്യത്തെ സമഗ്രമായുള്ള ഒരു ഡെഫിനേഷൻ കൊണ്ടുവന്ന ആളുടെ പേര് ഓർമ്മയുണ്ടോ? ആദ്യത്തെ ഡെഫിനേഷൻ കൊണ്ടുവന്നത് ആൽഫ്രഡ് ബിനെ എന്ന മനഃശാസ്ത്രജ്ഞനാണ്. അദ്ദേഹമാണ് ഇൻ്റലിജൻസിനെ കുറിച്ച് ആദ്യമായിട്ട് ഇൻ്റലിജൻസ് ടെസ്റ്റ് ഡെവലപ്പ് ചെയ്യാനും ഇൻ്റലിജൻസിനെ ഹൈപ്പോത്തറ്റിക്കലി ഇൻ്റലിജൻസ് എന്താണ് ഫോർമുലേറ്റ് ചെയ്യാനൊക്കെ ശ്രമിച്ചുള്ള ആദ്യത്തെ മനഃശാസ്ത്രജ്ഞനാണ് ഒരു ആൽഫ്രഡ് ബിനെ എന്ന് പറയുന്നത്. ഇതിൻ്റെ പശ്ചാത്തലമൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പരിചയപ്പെട്ടിട്ടുണ്ട്. ഫ്രാൻസിലെ കുട്ടികളെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതിന്, അതായത് നോർമൽ സ്കൂളിൽ സാധിക്കുന്ന കുട്ടികളോ സാധിക്കാത്ത കുട്ടികളോ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതിന് ഒരു ടാസ്ക് ഡെവലപ്പ് ചെയ്യുക, ടൂൾ ഡെവലപ്പ് ചെയ്യുക. അതിൻ്റെ പശ്ചാത്തലത്തിൽ 1904 അദ്ദേഹത്തെ ഒരു ടാസ്ക് ഏൽപ്പിക്കുകയും 1905 ആകുമ്പോഴേക്കും അദ്ദേഹം ഒരു ടെസ്റ്റ് ഡെവലപ്പ് ചെയ്യപ്പെടുകയും ആ ടെസ്റ്റ് ഡെവലപ്പ് ചെയ്യപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ട് ഇൻ്റലിജൻസ് എന്താണെന്നൊരു അദ്ദേഹം ഫോർമുലേറ്റ് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതിന് ഡെഫിനേഷൻ നമ്മൾ പഠിക്കുകയുണ്ടായി. ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കണം, ആവർത്തിക്കുന്നില്ല. ഈ തിയറി പ്രകാരം, യൂണിഫാക്ടർ തിയറി പ്രകാരം ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ ഇൻഡെക്സ് ആണ്. എന്തിനുള്ള ഈ ഒരു ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് നമ്മളുടെ ചില മെൻ്റൽ ഓപ്പറേഷൻസ് ആണ്. എന്തിനുള്ളതാണ്? സിമ്പിൾ തിയറിയാണ്. ഇത് സിമ്പിളായിട്ട് തിയറി ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ മോർ ഇൻ്റലിജൻറ്റ് ആൻഡ് ലെസ് ഇൻ്റലിജൻറ്റ്. കാരണം അതിൻ്റെ ബേസിക് ആയുള്ള കൺസെപ്റ്റ് തന്നെ അതാണ്. യൂണിഫാക്ടർ തിയറിയുടെ ബേസ് തന്നെ അതാണ്. ഡിഫറൻഷിയേഷനാണ് ബിറ്റ്വീൻ മോർ ഇൻ്റലിജൻറ്റ് ആൻഡ് ലെസ് ഇൻ്റലിജൻസ്. ഇൻ്റലിജൻസ് കൂടുതൽ ആൾക്കാരും ഇൻ്റലിജൻസ് കുറവുള്ള ആൾക്കാരും തമ്മിലുള്ള വേർതിരിക്കാനുള്ള ഒരു മാനദണ്ഡം എന്ന രീതിയിലാണ് അവർ ഇൻ്റലിജൻസ് നോക്കേണ്ടത്. അതിൽ അദ്ദേഹം പറയുന്നത്, അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ആശയം എന്ന് പറയുന്നത്, ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് 1 സിമിലർ സെറ്റ് ഓഫ് എബിലിറ്റീസ് യൂസ്ഡ് ഫോർ സോൾവിങ് എനി ഓർ എവറി പ്രോബ്ലം. നമ്മുടെ മുന്നിലുള്ള ഏതൊരു പ്രോബ്ലത്തെയും എല്ലാ പ്രോബ്ലത്തിനെയും സോൾവ് ചെയ്യാൻ ഒരു ഇൻഡിവിജ്വലിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് എബിലിറ്റീസ്, മെൻ്റൽ എബിലിറ്റീസിനെയാണ് ഇൻ്റലിജൻസ് എന്ന യൂണിഫാക്ടർ തിയറിയിൽ ഉള്ള സൈക്കോളജിസ്റ്റ് മുമ്പോട്ട് വെച്ചിട്ടുള്ളത്. ആൽഫ്രഡ് ബിനെ എന്ന് പറഞ്ഞ ആളാണ് ഇതിൻ്റെ ആദ്യത്തെ തിയറി ഫോർമുലേറ്റ് ചെയ്തത്. അപ്പോൾ ആദ്യമായിട്ട് ഒരു സൈക്കോളജിക്കൽ ടെസ്റ്റ് ഡെവലപ്പ് ചെയ്യപ്പെട്ടു. അതിൻ്റെ ബിനെ ഫോളോ ചെയ്ത് കുറേയധികം ആളുകൾ ആകൃഷ്ടരായിട്ട്, ബിനയുടെ പ്രവർത്തനങ്ങൾ ആകൃഷ്ടരായിട്ട്, ബിനയുടെ ഫോളോവേഴ്സായിട്ട് മാറി. അതിലൊരു പ്രധാനപ്പെട്ട ആളുടെ പേര് നമ്മൾ കഴിഞ്ഞ മാസം പറയാനുണ്ടായി, തിയഡോർ ടി സൈമൺ എന്ന് പറഞ്ഞു. അവർ ചേർന്നിട്ടാണ് പിന്നെ ബിനെ സൈമൺ ഇൻ്റലിജൻസ് ടെസ്റ്റൊക്കെ പറഞ്ഞ് ഫ്യൂച്ചറിൽ ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അത് പിന്നെ സ്റ്റാൻഫോർഡ് ബിനെ ടെസ്റ്റ് എന്ന രീതിയിൽ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് മാറുന്ന സമയത്ത് അത് അങ്ങനെ ഡെവലപ്പ് ചെയ്ത് പോവുകയുണ്ടായി. അതിപ്പോൾ യൂസ് ചെയ്യപ്പെടുന്ന അതിൻ്റെ ലേറ്റസ്റ്റ് വേർഷൻ ഇപ്പോഴും പ്രചാരത്തിലിരിക്കുന്ന, ഇപ്പോഴും വളരെ ശാസ്ത്രീയമായിട്ട് ഉപയോഗിക്കുന്ന ടെസ്റ്റാണ്. അപ്പോൾ ഈ ഒരു ടെസ്റ്റ് ആദ്യത്തെ ഒരു മെൻ്റൽ എബിലിറ്റീസ് മെഷർ ചെയ്യാൻ എന്ത് ഫോക്കസ് ചെയ്തുകൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ, അതായത് ലെസ് ഇൻ്റലിജൻറ്റും മോർ ഇൻ്റലിജൻ്റ് ആയുള്ള ആളുകൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട്
ഒരു ടെസ്റ്റ് ഡെവലപ്പ് ചെയ്യപ്പെടുന്നു, ടൂൾ ഡെവലപ്പ് ചെയ്യപ്പെടുന്നു. മറ്റൊരു പലരും ഇത് ഉപയോഗിച്ചുകൊണ്ട് ഡാറ്റ കളക്ട് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ, അതായത് ഇന്റലിജൻസ് ടെസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ഡാറ്റ കളക്ട് ചെയ്ത് അനലൈസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ തന്നെ മറ്റു സൈക്കോളജിസ്റ്റുകൾ പലരും ഇതിനോട് ഡിസ്പ്യൂട്ട് ചെയ്യാൻ തുടങ്ങി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പോരായ്മകൾ പലരും ചൂണ്ടിക്കാണിക്കാൻ തുടങ്ങി. എന്തായാലും ആദ്യത്തെ ഒരു തിയറി എന്നുള്ള രീതിയിൽ നമ്മൾ മനസ്സിലാക്കുന്നത് സ്ട്രക്ചറലിസ്റ്റിക് അപ്രോച്ചിൽ അല്ലെങ്കിൽ സൈക്കോമെട്രിക് അപ്രോച്ചിൽ ആദ്യത്തെ തിയറിയുടെ പേരാണ് യൂണിഫാക്ടർ തിയറി ഓഫ് ഇൻ്റലിജൻസ് അല്ലെങ്കിൽ വൺ ഫാക്ടർ തിയറി ഓഫ് ഇൻ്റലിജൻസ് പ്രപ്പോസ്ഡ് ബൈ ആൽഫ്രഡ് പിന്നെ ഇൻ ദ ഇയർ 1905. തിയറി നമ്മൾ പഠിക്കുന്ന രണ്ടാമത്തെ തിയറിയുടെ പേരാണ് ടു ഫാക്ടർ തിയറി ഓഫ് ഇൻ്റലിജൻസ്. പേരിൽ തന്നെയുണ്ട് രണ്ട് ഫാക്ടേഴ്സ് ഉണ്ട്. ടു ഫാക്ടർ തിയറി ഓഫ് ഇൻ്റലിജൻസ്. നേരത്തെ സിംഗിൾ ഫാക്ടർ ആയിരുന്നു അല്ലെങ്കിൽ വൺ ഫാക്ടർ തിയറി ആയിരുന്നു. അതിൽ നിന്ന് കുറച്ചും കൂടി അഡ്വാൻസ് ചെയ്തപ്പോൾ ചാൾസ് സ്പിയർമാൻ എന്ന് പറഞ്ഞ മനഃശാസ്ത്രജ്ഞൻ മുമ്പോട്ട് വെച്ചുള്ള ഒരു സൈക്കോമെട്രിക് തിയറിയുടെ പേരാണ് ടു ഫാക്ടർ തിയറി ഓഫ് ഇൻ്റലിജൻസ്. പേരിൽ പറയുന്നത് രണ്ട് ഫാക്ടേഴ്സ് ഉണ്ട്. ഇതിന് അദ്ദേഹം മുമ്പോട്ട് വെച്ചപ്പോൾ തന്നെ ഒരു ബേസ്, അതിലൊരു പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പിൻബലത്തോടുകൂടി അദ്ദേഹം മുമ്പോട്ട് വെച്ചിട്ടുള്ളൊരു തിയറിയാണ്. അദ്ദേഹം ഫാക്ടർ അനാലിസിസ് എന്ന് പറഞ്ഞാൽ, ഫാക്ടർ അനാലിസിസ് എന്താണെന്ന് നമുക്ക് പിന്നെ പഠിക്കാം, ഞങ്ങൾ ആ ക്ലാസ്സിൽ പോകും പഠിക്കാം. ഫാക്ടർ അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ തിയറി മുമ്പോട്ട് വയ്ക്കുന്നത്. അദ്ദേഹം തിയറിയുടെ പേരാണ് ടു ഫാക്ടർ തിയറി ഓഫ് ഇൻ്റലിജൻസ്. രണ്ട് ഫാക്ടേഴ്സാണ്. ഒന്നാമത്തെ ഫാക്ടറിന് അദ്ദേഹം ജി ഫാക്ടർ എന്നും രണ്ടാമത്തെ സ്പെസിഫിക് ഫാക്ടേഴ്സ് എന്ന് പറയും. ജനറൽ ഫാക്ടറും ജി ഫാക്ടർ എന്ന് പറഞ്ഞത് ജനറൽ ഫാക്ടറും സ്പെസിഫിക് ഫാക്ടർ എന്ന് പറഞ്ഞാൽ എസ് ഫാക്ടേഴ്സ് എന്നും അദ്ദേഹം ജി ഫാക്ടറും എസ് ഫാക്ടറും ജനറൽ ഫാക്ടറും സ്പെസിഫിക് ഫാക്ടേഴ്സ് ഇങ്ങനെ രണ്ട് ഫാക്ടേഴ്സ് അടങ്ങുന്നതാണ് ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം മുമ്പോട്ട് വെച്ചുള്ള തിയറിയുടെ പേരാണ് ടു ഫാക്ടർ തിയറി ഓഫ് ഇൻ്റലിജൻസ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ജനറൽ ഫാക്ടർ എന്ന് പറയുന്നത് നമ്മളുടെ മെൻ്റൽ ഓപ്പറേഷൻസ് തന്നെയാണ്. നേരത്തെ പറഞ്ഞ അതായത് പിന്നെ മുമ്പോട്ട് വെച്ചുള്ള മെൻ്റൽ ഓപ്പറേഷൻസ് എന്ന ആശയം തന്നെയാണ് ഇവിടെയും അദ്ദേഹം മുമ്പോട്ട് മെൻ്റൽ ഓപ്പറേഷൻസ് ആണ് വിച്ച് ആർ പ്രൈമറി ആൻഡ് കോമൺ ടു ഓൾ പെർഫോമൻസസ്. അതായത് ഒരു ഇൻഡിവിജ്വൽ ചെയ്യുന്ന എല്ലാ പ്രവർത്തികളിലെയും കോമൺ ആയിട്ട് സ്വാധീനിക്കുന്ന പ്രൈമറി ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വലിൻ്റെ മെൻ്റൽ ഓപ്പറേഷൻസ് ഉണ്ടാവുന്നത്. അത്തരം മെൻ്റൽ ഓപ്പറേഷൻസിനെയാണ് ജനറൽ ഫാക്ടർ എന്ന് അദ്ദേഹം വിവക്ഷിക്കുന്നത്. നേരെ മറിച്ച് എസ് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ സ്പെസിഫിക് ആയിട്ട് ഓരോ ഇൻഡിവിജ്വലിലും കൂടിയും കുറഞ്ഞൊക്കെ വേരിയിങ് ലെവലിൽ കൂടിയും കുറഞ്ഞൊക്കെ നിൽക്കുന്ന മെൻ്റൽ ഓപ്പറേഷൻസ് ഉണ്ട്, മെൻ്റൽ എബിലിറ്റീസ് ഉണ്ട്. അത്തരം എബിലിറ്റീസിനെയാണ് അദ്ദേഹം എസ് ഫാക്ടേഴ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ വളരെ സക്സസ്ഫുൾ ആയിട്ട് അല്ലെങ്കിൽ വളരെ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു പാട്ട് പാടുന്ന ഒരാൾ, ഒരു സിംഗറിനെയും അതോടൊപ്പം തന്നെ ഒരു സ്പോർട്സ് അത്ലറ്റിനെയും ഒരു ആർക്കിടെക്റ്റിനെയും ഒരു സയൻറ്റിസ്റ്റിനെയും ഒന്ന് സങ്കല്പിച്ച് നോക്കാം. വളരെ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു സിംഗർ, അത്ലറ്റ്, ഒരു ആർക്കിടെക്റ്റ്, ഒരു സയൻറ്റിസ്റ്റ്. ഈ നാല് പേരുടെയും ഇവർക്ക് ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഈ നാല് പേരെയും നമ്മളൊന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഈ നാല് പേർക്കും ഒരു ജനറൽ ഫാക്ടർ എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ടുള്ളൊരു ഫാക്ടർ ഉണ്ടായിരുന്നു. ഇവരെ ഈ നാല് മേഖലകളിലും ഒരേപോലെ ഉപയോഗിക്കാവുന്ന ചില എബിലിറ്റീസിൻ്റെ കൂട്ടത്തിനാണ് ഇത് പറഞ്ഞത് ജനറൽ ഫാക്ടർ. ഇതിൽ ജനറൽ ഫാക്ടറിൽ ഇവർ നാല് പേരും എന്തായിരിക്കും ഹയർ ലെവലായിരിക്കും. നേരെ മറിച്ച് സ്പെസിഫിക് ഫാക്ടറിൽ വരുമ്പോൾ ഒരു സയൻറ്റിസ്റ്റ് ഹയർ ആയിരിക്കുന്ന സ്പെസിഫിക് ആയിട്ടുള്ള മെൻ്റൽ എബിലിറ്റീസ് ആയിരിക്കില്ല ഒരു സിംഗർ ഹയർ ആയിരിക്കുന്നത്. അതേപോലെ സിംഗർ ഹയർ ആയിരിക്കുന്ന സ്പെസിഫിക് ആയിട്ടുള്ള മെൻ്റൽ ഓപ്പറേഷൻസോ മെൻ്റൽ എബിലിറ്റീസിലോ ആയിരിക്കില്ല ഒരു അത്ലറ്റ് ഹയർ ആയിരിക്കുന്നത്. എന്ന് വെച്ചാൽ അവിടെയാണ് ബേസിക് ആയിട്ടുള്ള ഡിഫറൻസസ് ഇൻ്റലിജൻസിൻ്റെ കാര്യത്തിൽ ബേസിക് ആയിട്ട് ഡിഫറൻസ് കിടക്കുന്നതെന്നുള്ളതാണ് ചാൾസ് സ്പിയർമാൻ മുമ്പോട്ട് വെച്ചുള്ള ആശയം. അപ്പോൾ സ്പെസിഫിക് ഫാക്ടേഴ്സിലാണ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് നമുക്ക് ഇൻ്റലിജൻസ് എബിലിറ്റീസിൻ്റെ കാര്യം ഇൻഡിവിജ്വൽ ഡിഫറൻസ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് കുറച്ചുകൂടി ശാസ്ത്രീയമായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്ന രീതിയിൽ നേരത്തെ കുറച്ചും കൂടി വ്യത്യസ്തമായ തിയറിയാണ്. സ്ട്രക്ചറലിസ്റ്റ് അപ്രോച്ച് തന്നെയാണ് അല്ലെങ്കിൽ സൈക്കോമെട്രിക് അപ്രോച്ച് തന്നെയാണ്. ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് മെൻ്റൽ എബിലിറ്റീസിലെ മെൻ്റൽ ഓപ്പറേഷൻസ് ആണ്. എങ്ങനെയുള്ള ജനറൽ ഫാക്ടറിന് രണ്ട് തരത്തിലുള്ള മെൻ്റൽ ഓപ്പറേഷൻസിന് അദ്ദേഹം പറയുന്നു. ജനറൽ ഫാക്ടറും ജി ഫാക്ടറും ഒപ്പം സ്പെസിഫിക് ഫാക്ടേഴ്സും എസ് ഫാക്ടേഴ്സും. അങ്ങനെ രണ്ട് രീതിയിൽ ഇൻ്റലിജൻസിനെ രണ്ട് തരം ഫാക്ടേഴ്സിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഇൻ്റലിജൻസ് തിയറിയാണ് ചാൾസ് സ്പിയർമാൻ മുമ്പോട്ട് വെച്ചുള്ള 1927 അദ്ദേഹം മുമ്പോട്ട് വെച്ചുള്ള ടു ഫാക്ടർ തിയറി ഓഫ് ഇൻ്റലിജൻസ്. നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന വിഷയം സൈക്കോമെട്രിക് തിയറീസ് ഓഫ് ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. സൈക്കോമെട്രിക് തിയറീസ് ഓഫ് ഇൻ്റലിജൻസിൽ 5 പ്രധാനപ്പെട്ട തിയറീസാണ് നമ്മൾ ഈ പാഠഭാഗത്ത് പഠിക്കാനുള്ളത്. അതിൽ ആദ്യത്തേത് യൂണിഫാക്ടർ തിയറി ഓഫ് ഇൻ്റലിജൻസ്, രണ്ടാമത് ടു ഫാക്ടർ തിയറി ഓഫ് ഇൻ്റലിജൻസ്. ഇത് രണ്ടും നമ്മൾ പഠിച്ചു, അല്ലെങ്കിൽ സമയം ഡിസ്കസ് ചെയ്തു. മൂന്നാമതായിട്ട് ഞാൻ അവതരിപ്പിക്കുന്നത് മൂന്നാമത്തെ തിയറി ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നത്
തേഴ്സ്റ്റൺ എന്ന് പറഞ്ഞ മനഃശാസ്ത്രജ്ഞൻ മുന്നോട്ട് വെച്ചിട്ടുള്ള ലൂയിസ് തേഴ്സ്റ്റൺ എന്ന് പറഞ്ഞ മനഃശാസ്ത്രജ്ഞൻ മുന്നോട്ട് വെച്ചിട്ടുള്ള തിയറി ഓഫ് പ്രൈമറി മെൻ്റൽ എബിലിറ്റീസ്. തിയറി ഓഫ് പ്രൈമറി മെൻ്റൽ എബിലിറ്റീസ് 7 പ്രൈമറി ആയുള്ള മെൻ്റൽ എബിലിറ്റീസിനെ കുറിച്ചാണ് തേഴ്സ്റ്റൺ തിയറിയിൽ മുമ്പോട്ട് വയ്ക്കുന്നത്. അദ്ദേഹത്തിൻ്റെ തിയറിയിൽ മുമ്പോട്ട് വയ്ക്കുന്നത് 7 പ്രൈമറി മെൻ്റൽ എബിലിറ്റീസിനെ കുറിച്ച്. അതുകൊണ്ട് തന്നെ ഈ തിയറി ഓഫ് 7 പ്രൈമറി മെൻ്റൽ എബിലിറ്റീസിന് കൂടി പലപ്പോഴും സൈക്കോളജിസ്റ്റുകൾ പറയാറുണ്ട്. അങ്ങനെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ തിയറി ഓഫ് പ്രൈമറി മെൻ്റൽ എബിലിറ്റീസ് എന്ന് കാണാം, അല്ലെങ്കിൽ തിയറി ഓഫ് 7 പ്രൈമറി മെൻ്റൽ എബിലിറ്റീസ് എന്ന് കാണാം. 7 പ്രൈമറി മെൻ്റൽ എബിലിറ്റീസാണ് തേഴ്സ്റ്റൺ മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ 2 തിയറിയിൽ നിന്ന് കുറച്ചുകൂടി വ്യത്യസ്തമായിട്ട് ഒരു ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞതിന് ഒരു ഏകകമായുള്ള യൂണിഫാക്ടർ ആണെന്ന് പറഞ്ഞ ബിനയിൽ നിന്ന് വ്യത്യസ്തമായി 2 ഫാക്ടർ എന്ന് പറഞ്ഞ നമ്മുടെ സ്പിയർമാനിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് തേഴ്സ്റ്റണിലേക്ക് വരുമ്പോൾ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ദർ ആർ 7 പ്രൈമറി മെൻ്റൽ എബിലിറ്റീസിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. പക്ഷേ മെൻ്റൽ എബിലിറ്റീസിന് 7 പ്രധാനപ്പെട്ട ഇൻ്റലക്ച്വൽ ബിഹേവിയറിനെ തീരുമാനിക്കുന്ന 7 പ്രധാനപ്പെട്ട മെൻ്റൽ എബിലിറ്റീസ് ഉണ്ടെന്ന് പറയുന്ന ഒരു ആശയമാണ് തേഴ്സ്റ്റൺ കൊണ്ടുവരുന്നത്. നമുക്ക് ആദ്യമായിട്ട് ഏതൊക്കെയാണ് ഈ 7 പ്രൈമറി ആയിട്ടുള്ള മെൻ്റൽ എബിലിറ്റീസ് എന്ന് നോക്കാം. ഞാൻ ഓരോന്നായിട്ട് ആദ്യം പറയാം. 1 വെർബൽ കോംപ്രിഹെൻഷൻ, 2 ന്യൂമറിക്കൽ എബിലിറ്റീസ്, 3 സ്പേഷ്യൽ റിലേഷൻസ്, 4 പെർസെപ്ച്വൽ സ്പീഡ്, 5 വേർഡ് ഫ്ലുവൻസി, 6 മെമ്മറി, 7 ഇൻഡക്റ്റീവ് റീസണിങ്. 7 പ്രൈമറി ആയിട്ടുള്ള മെൻ്റൽ എബിലിറ്റീസ്. ഒന്നുകൂടി പറയാം. വെർബൽ കോംപ്രിഹെൻഷൻ, ന്യൂമറിക്കൽ എബിലിറ്റീസ്, സ്പേഷ്യൽ റിലേഷൻസ്, പെർസെപ്ച്വൽ സ്പീഡ്, വേർഡ് ഫ്ലുവൻസി, മെമ്മറി, ഇൻഡക്റ്റീവ് റീസണിങ്. നമുക്ക് ഓരോന്നായിട്ട് എടുത്ത് നോക്കാം. ഡീറ്റെയിലായിട്ട് നമുക്ക് നോക്കാം. ഒന്നാമത്തത് 7 പ്രൈമറി മെൻ്റൽ എബിലിറ്റി തേഴ്സ്റ്റൺ മുന്നോട്ട് വയ്ക്കുന്ന 7 പ്രൈമറി മെൻ്റൽ എബിലിറ്റീസിൽ ഒന്നാമത്തത് എന്ന് പറയുന്നത് വെർബൽ കോംപ്രിഹെൻഷൻ. എന്താ വെർബൽ കോംപ്രിഹെൻഷൻ എന്ന് പറയുന്നത്? അദ്ദേഹം മുമ്പോട്ട് വയ്ക്കുന്ന ആശയം എന്ന് പറയുന്നത് ഇറ്റ്സ് എബിലിറ്റി ടു ഗ്രാസ്പ് മീനിങ് ഓഫ് വേർഡ്സ്, കൺസെപ്റ്റ്സ് ആൻഡ് ഐഡിയാസ്. അതായത് ഒരു ഇൻഡിവിജ്വലിൻ്റെ എബിലിറ്റിയാണ് ഇതിനുള്ള ഗ്രാസ്പ് ചെയ്യുന്നതിന്, അല്ലെ ഭാഷ മനസ്സിലാക്കുന്നതിനും വാക്കുകൾ, ആശയങ്ങൾ മുതലായവ മനസ്സിലാക്കുന്നതിനും ഗ്രാസ്പ് ചെയ്യുന്നതിനുള്ള ഒരാളുടെ എബിലിറ്റിയാണെന്ന് പറയുന്നത് വെർബൽ കോംപ്രിഹെൻഷൻ എന്ന് പറയുന്നത്. ഒന്നാമത്തെ പ്രൈമറി ആയിട്ടുള്ള മെൻ്റൽ എബിലിറ്റി എന്ന് പറയുന്നത് വെർബൽ കോംപ്രിഹെൻഷനാണ്. ആശയങ്ങളും വാക്കുകൾ, കുറച്ച് അർത്ഥങ്ങളും ഒക്കെ മനസ്സിലാക്കുന്നതിന്, ആശയങ്ങളൊക്കെ മനസ്സിലാക്കുന്നതിന് ഒരു ഇൻഡിവിജ്വലിലുള്ള എബിലിറ്റിയാണ് വെർബൽ കോംപ്രിഹെൻഷൻ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രൈമറി ആയിട്ടുള്ള മെൻ്റൽ എബിലിറ്റി എന്ന് പറയുന്നത് ന്യൂമറിക്കൽ എബിലിറ്റീസാണ്. ഓക്കെ, ന്യൂമറിക്കൽ എബിലിറ്റീസ് പ്രൈമറി മെൻ്റൽ എബിലിറ്റി എന്ന രീതിയിൽ രണ്ടാമത്തായിട്ട് തേഴ്സ്റ്റൺ മുന്നോട്ട് വയ്ക്കുന്നത് ന്യൂമറിക്കൽ എന്നുള്ള വാക്കുകൾക്കൊക്കെ നമുക്കറിയാം. നേരത്തെ വെർബൽ എന്ന് പറയുമ്പോൾ അത് വാക്കുകളായിട്ട് ബന്ധപ്പെട്ടാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇവിടെ ന്യൂമറിക്കൽ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ന്യൂമറിക്കൽ എബിലിറ്റീസ് തന്നെ സംഖ്യകൾ ഉപയോഗിക്കുന്നത്, നമ്പേഴ്സ് ഉപയോഗിക്കുന്ന ഒരാളുടെ എബിലിറ്റിയാണ് അവിടെ പ്രധാനപ്പെട്ടതായിട്ട് വരുന്നത്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: സ്പീഡ് ആൻഡ് ആക്യുറസി ഇൻ ന്യൂമറിക്കൽ ആൻഡ് കമ്പ്യൂട്ടേഷണൽ സ്കിൽസ്. ന്യൂമറിക്കൽ സ്കിൽസിൽ കമ്പ്യൂട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്തമാറ്റിക്സിനെ ക്രിയ ചെയ്യുന്നതിനുള്ള, മാത്തമാറ്റിക്കലായിട്ടുള്ള നമ്പർ ഉപയോഗിച്ചുകൊണ്ട് ക്രിയ ചെയ്യുന്നതിനുള്ള എബിലിറ്റിയുടെ കാര്യത്തിൽ ഒരു ഇൻഡിവിജ്വലിനുള്ള സ്കില്ലിനെയാണ് എന്ന് പറയുന്നത്. ആ മെൻ്റൽ എബിലിറ്റിയാണ് ന്യൂമറിക്കൽ എബിലിറ്റി എന്നുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. സ്പീഡായിട്ടും ആക്യുറേറ്റായിട്ടും വളരെ വേഗത്തിലും കൃത്യതയോടും കൂടി സംഖ്യകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഓപ്പറേഷൻസ് നടത്താം, ക്രിയകൾ നടത്താം. അതുപോലെ അത് ഉപയോഗിച്ചുകൊണ്ടുള്ള അഡീഷൻ, സബ്സ്ട്രാക്ഷൻ പോലുള്ള ക്രിയകളൊക്കെ നടത്തുക, സംഖ്യകൾ ഉപയോഗിക്കുക. ഇതിനൊക്കെയുള്ള ഒരു ഇൻഡിവിജ്വലിൻ്റെ എബിലിറ്റിയാണ് ന്യൂമറിക്കൽ എബിലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമതായിട്ട് അദ്ദേഹം പറയുന്നത് സ്പേഷ്യൽ റിലേഷൻസിനെ കുറിച്ചാണ്. മൂന്നാമത്തെ പ്രൈമറി മെൻ്റൽ എബിലിറ്റി എന്ന് പറയുന്നത് സ്പേഷ്യൽ റിലേഷൻസ്. സ്പേഷ്യൽ ഓറിയൻറ്റേഷനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്. സ്പേഷ്യൽ റിലേഷൻസ് എന്താണെന്ന് നോക്കാം. വിഷ്വലൈസിങ് പാറ്റേൺസ് ആൻഡ് ഫോംസ്. ഒരു ഇൻഡിവിജ്വലിന് പാറ്റേൺസും ഫോംസും വിഷ്വലൈസ് ചെയ്യുന്നതിന്, അതായത് ഒരു മാതൃകകളും രൂപങ്ങളൊക്കെ എളുപ്പത്തിൽ ദൃശ്യപരമായിട്ട് മനസ്സിലാക്കുന്നതിനുള്ള ഒരാളുടെ എബിലിറ്റിയാണ് ഇത് പറയുന്നത് സ്പേഷ്യൽ റിലേഷൻസ് എന്ന് പറയുന്നത്. അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ആശയം, മൂന്നാമത്തെ ആശയം, പാറ്റേൺസും ഫോംസൊക്കെ വിഷ്വലൈസ് ചെയ്യാനുള്ള ഒരാളുടെ എബിലിറ്റി ഒരു പ്രധാനപ്പെട്ട ഇൻ്റലക്ച്വൽ അല്ലെങ്കിൽ മെൻ്റൽ എബിലിറ്റി ആയിട്ട് അദ്ദേഹം പറയുന്നു. നാലാമതായിട്ട് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന മെൻ്റൽ എബിലിറ്റി എന്ന് പറയുന്നത് പെർസെപ്ച്വൽ സ്പീഡ് എന്ന ആശയമാണ്. പെർസെപ്ഷനെ കുറിച്ച് നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട്. സ്പീഡ് ഇൻ പെർസെപ്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം. സെൻസേഷൻ, അറ്റൻഷൻ, പെർസെപ്ച്വൽ പ്രോസസ് എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ എന്താണ് പെർസെപ്ഷൻ എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. സെൻസറി ഓർഗൻസിലൂടെ റിസീവ് ചെയ്ത് അറ്റൻഷൻ പ്രോസസ്സിലൂടെ കടന്നു വന്ന്
പെർസെപ്ച്വൽ പ്രോസസ്സിലെത്തുമ്പോൾ നമ്മളതിനെ മീനിങ് ഇൻ്റർപ്രറ്റ് ചെയ്ത് മനസ്സിലാക്കുന്നത്. അപ്പോൾ കിട്ടുന്ന ഇൻഫർമേഷനെ സെൻസറി ഓർഗൻസ് വഴി നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷനെ നമ്മളുടെ കോഗ്നിറ്റീവ് പ്രോസസ്സ് ഉപയോഗിച്ചുകൊണ്ട് മെമ്മറി കപ്പാസിറ്റി ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് വളരെ സ്പീഡിൽ അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്ത് മനസ്സിലാക്കുന്നതിനുള്ള ഒരു സ്കില്ല്, അതാണ് പെർസെപ്റ്റീവ് സ്പീഡ് എന്ന് പറയുന്നത്. സ്പീഡ് ഇൻ പെർസീവിങ് ഡീറ്റെയിൽസ്, വളരെ സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ സ്പീഡ് ഇൻ പെർസീവിങ് ഡീറ്റെയിൽസ്, അതായത് വളരെ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസിൻ്റെ ഡീറ്റെയിൽസ് ഏറ്റവും സ്പീഡിൽ വളരെ ക്ലിയർ കട്ടായിട്ട് വളരെ സ്പീഡിൽ മനസ്സിലാക്കുന്നതിനുള്ള ഒരു എബിലിറ്റിയാണ് പെർസെപ്ച്വൽ സ്പീഡ് എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വേഗത്തിൽ വിശദാംശങ്ങൾ മനസ്സിലാക്കുന്നതിനുള്ള കഴിവ് ഇൻഡിവിജ്വലിലുള്ള പ്രധാനപ്പെട്ട കഴിവാണ്. അതായത് നമുക്ക് നമ്മളുടെ എൻവയോൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻസ്, പലപ്പോഴും നമ്മുടെ സെൻസ് ഓർഗൻസ് വഴിയാണ് അത് കിട്ടുന്നത്. സെൻസ് ഓർഗൻസ് വഴി കിട്ടുന്ന ഇൻഫർമേഷൻസിന് ഏറ്റവും സ്പീഡിൽ കൃത്യതയോടുകൂടി അതിൻ്റെ വിശദാംശങ്ങൾ മനസ്സിലാക്കുക, ഈ കഴിവിനെയാണ് ഇത് പറയുന്നത് പെർസെപ്ച്വൽ സ്പീഡ് എന്ന് പറയുന്നത്. അത് ഇൻ്റലിജൻസിനെ തീരുമാനിക്കുന്ന ഒരു പ്രധാനപ്പെട്ട മെൻ്റൽ എബിലിറ്റിയാണ്. നാലാമതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന മെൻ്റൽ എബിലിറ്റി പെർസെപ്ച്വൽ സ്പീഡ്. അടുത്തതായിട്ട് അഞ്ചാമത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വേർഡ് ഫ്ലുവൻസി. വാക്കുകൾ തന്നെയാണ് അവിടെ വരുന്നത്. വാക്കുകളുടെ ഫ്ലുവൻ്റായിട്ട് വാക്കുകൾ ഉപയോഗിക്കാനുള്ള കഴിവ്, വേർഡ് ഫ്ലുവൻസി. യൂസിങ് വേർഡ്സ് ഫ്ലുവൻ്റ്ലി ആൻഡ് ഫ്ലെക്സിബിളി. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കഴിവിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. അതായത് വാക്കുകൾ വളരെ വഴക്കത്തോടും കൃത്യതയോടും കൂടി ഉപയോഗിക്കാനുള്ള ഒരു ഇൻഡിവിജ്വലിൻ്റെ എബിലിറ്റി. വാക്കുകളെടുത്ത് അമ്മാനമാടാന്നൊക്കെ പറയുന്ന ആളുകളെ കുറിച്ച് നമ്മൾ കേൾക്കാറുണ്ട് അല്ലേ. ചില ആളുകളുടെ പ്രസംഗം കേട്ട് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഇരുന്ന് അതിലിങ്ങനെ ഇമേഴ്സായിട്ട് ഇരുന്ന് പോകുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ പറയാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കാറുണ്ട്. അപ്പോൾ അവിടെ നടക്കുന്നത് എന്താ, ആളുടെ എബിലിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട എബിലിറ്റി എന്ന് പറയുന്നത് വേർഡ് ഫ്ലുവൻസിയാണ്. അതായത് വാക്കുകൾ ഫ്ലുവൻ്റായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഇത് നമുക്ക് സാധാരണ നമ്മൾ ചില കുട്ടികളിലൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നതാണ്. അപ്പോൾ ഒരു വാക്ക് ഒരു ലെറ്ററിൽ തുടങ്ങുന്ന വാക്കുകൾ എഴുതാൻ പറയുന്നു. ചില നമ്മളുടെ കൂട്ടുകാരിൽ ചിലരാണെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, ഒരു 50-60 വാക്കുകൾ വിത്തിൻ മിനിറ്റ്സ് അവർ എഴുതി തീർക്കും, അല്ലെങ്കിൽ പറഞ്ഞു തീർക്കും. പക്ഷെ നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യും, നമുക്ക് ചിലർക്ക് എന്ത് പറ്റാറുള്ളൂ, 5-6 വാക്കുകൾ കഴിയുമ്പോഴേക്കും പിന്നെ എന്ത് ചെയ്യാറില്ല, അവർക്ക് വാക്കുകൾ കിട്ടാറില്ല. പക്ഷെ ഇത് അവർക്ക് വാക്കുകൾ അറിയാനിട്ടൊന്നുമല്ല, വാക്കുകൾ അറിയാം, അവരുടെ കയ്യിൽ വൊക്കാബുലറിയിൽ വാക്കുകളുണ്ട്. പക്ഷേ ഫ്ലുവൻ്റായിട്ട് ആവശ്യമുള്ള സമയത്ത് അത് വളരെ ഫ്ലുവൻ്റായിട്ട് ഫ്ലെക്സിബിളായിട്ട് അത് നമ്മുടെ സിസ്റ്റത്തിലേക്ക് വരുന്നില്ല, നമ്മളുടെ കോഗ്നിറ്റീവ് സിസ്റ്റത്തിലേക്ക് അത് ഓപ്പറേഷനിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ല. ഇതാണ് നടക്കുന്ന പ്രശ്നം. പക്ഷേ ചില ആളുകളിൽ എന്തായിരിക്കും, ചില ആളുകൾക്ക് വളരെ ഫ്ലുവൻ്റായിട്ട് വളരെ ഫ്ലെക്സിബിളായിട്ട് ഇത് എളുപ്പത്തിൽ വാക്കുകളെടുത്ത് ഉപയോഗിക്കാൻ കഴിയുന്നവരായിരിക്കും. അപ്പോൾ അഞ്ചാമത്തെ പ്രധാനപ്പെട്ട മെൻ്റൽ എബിലിറ്റി ആയിട്ട് തേഴ്സ്റ്റൺ മുന്നോട്ട് വയ്ക്കുന്ന ആശയമാണ് വേർഡ് ഫ്ലുവൻസി എന്ന് പറയുന്നത്. ഫ്ലുവൻ്റ്ലി ആൻഡ് ഫ്ലെക്സിബിൾ, വാക്കുകൾ വഴക്കത്തോടെയും കൃത്യതയോടെയും ഉപയോഗിക്കാനുള്ള ഒരു ഇൻഡിവിജ്വലിൻ്റെ എബിലിറ്റി. ഇതാണ് അഞ്ചാമത്. ആറാമത്തെ നമ്മളുടെ പ്രൈമറി മെൻ്റൽ എബിലിറ്റി ആയിട്ട് നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന മെമ്മറിയെ കുറിച്ചാണ്. ആറാമത്തെ പ്രൈമറി മെൻ്റൽ എബിലിറ്റി എന്ന് പറയുന്നത് മെമ്മറി എന്ന് പറയുന്നത് നമ്മൾ വിശദമായിട്ട് ഫസ്റ്റ് ഇയറിൽ പഠിച്ചതാണ്, ഒരു ചാപ്റ്ററായിട്ട് തന്നെ പഠിച്ചതാണ്. മെമ്മറി എന്താണെന്നും അതിൻ്റെ സ്റ്റേജസ് എന്താണെന്നും അതെങ്ങനെ അസസ് ചെയ്യാമെന്നും എന്താണ് മെമ്മറിയുടെ ഫോർഗെറ്റിംഗ് എന്നും ഒക്കെ നമ്മൾ തീരുമാനിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും ഒക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് മെമ്മറി എന്ന് പറയുന്നത് ചാപ്റ്ററിൻ്റെ ഭാഗമായിട്ട് തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. മെമ്മറിയുടെ പ്രാധാന്യം നമുക്കറിയാം. ഇവിടെ ഇന്റലിജൻസിൻ്റെ കാര്യത്തിൽ നമ്മളുടെ നേരത്തെ വേർഡ് ഫ്ലുവൻസി പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ അവിടെ ഒരു കാര്യം വന്നു, നമുക്ക് വാക്കുകൾ അറിയാഞ്ഞിട്ടല്ല, പക്ഷെ നമുക്കെടുത്ത് നമ്മുടെ സ്റ്റോറേജിൽ നിന്ന് എടുത്ത് ഉപയോഗിക്കാൻ ഫ്ലുവൻ്റായിട്ട് വരാത്തതിൻ്റെ പ്രശ്നത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. അങ്ങനെയാണെങ്കിൽ മെമ്മറി എന്ന് പറയുന്നത് ആക്യുറസി ഇൻ റീകോളിങ് ഇൻഫർമേഷൻ, അതായത് നമുക്ക് അറിയുന്ന ഇൻഫർമേഷനെ ആക്യുറേറ്റായിട്ട് തിരിച്ചെടുത്ത് റീകോൾ എടുത്ത് നമ്മുടെ കോഗ്നിറ്റീവ് സിസ്റ്റത്തിലേക്ക് കൊണ്ടുവന്ന് പ്രോസസ്സിംഗ് സിസ്റ്റത്തിലേക്ക് കൊണ്ടുവന്ന് ആവശ്യമുള്ള സമയത്ത് എടുത്ത് ഉപയോഗിക്കാനുള്ള എബിലിറ്റിയാണ് ഇത് പറഞ്ഞത് മെമ്മറി എന്ന് പറയുന്നത്. കൃത്യതയോടെ ഓർമ്മിച്ചെടുക്കാനുള്ള കഴിവ്. നമ്മുടെ സ്റ്റോറേജിലുണ്ട് സാധനങ്ങൾ, നമ്മൾ പഠിച്ചുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ സ്റ്റോറേജിൽ ചെയ്യുന്നുണ്ട്. നമ്മൾ സെൻസറി രജിസ്റ്റർ എന്നും സെൻസറി സ്റ്റോറേജ്, ഷോർട്ട് ടൈം സ്റ്റോറേജ്, ലോങ് ടൈം സ്റ്റോറേജ്, അല്ലെങ്കിൽ സെൻസറി മെമ്മറി, ഷോർട്ട് ടൈം മെമ്മറി, ലോങ് ടൈം മെമ്മറി, ഈ 3 ക്ലാസിഫിക്കേഷൻ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. എനിക്കിവിടെ പരീക്ഷയ്ക്ക് കൂടി ഇത് വന്നതാണ് തോന്നുന്നു. വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കായിട്ട് നമ്മൾ പഠിച്ചതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ മെമ്മറിയിൽ പല കാര്യങ്ങളും ഷോർട്ട് ടൈം സ്റ്റോറേജിലും നമ്മൾ ആവർത്തിച്ച് ഉപയോഗിക്കുന്ന കാര്യങ്ങൾ ലോങ് ടൈം സ്റ്റോറേജിലൊക്കെ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ സ്റ്റോർ ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻസ് ആവശ്യമുള്ള സമയത്ത് തിരിച്ചെടുത്ത് റീകോൾ റിട്രൈവ് ചെയ്തെടുത്ത് ഉപയോഗിക്കുന്നതിനുള്ള എബിലിറ്റിയാണെന്ന് പറഞ്ഞത് മെമ്മറി എന്ന് പറയുന്ന പ്രൈമറി എബിലിറ്റി ആയിട്ട് തേഴ്സ്റ്റൺ മുന്നോട്ട് വയ്ക്കുക. അതാണ് ആറാമത്. 7 പ്രൈമറി മെൻ്റൽ എബിലിറ്റീസ് ആണ് പറഞ്ഞത്. അടുത്തത് നമുക്ക് നോക്കാം ഏഴാമത്തെ പ്രൈമറി മെൻ്റൽ എബിലിറ്റി ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻഡക്റ്റീവ് റീസണിങ്.
റീസണിംഗ് നമ്മൾ കഴിഞ്ഞ വർഷം കോഗ്നിറ്റീവ് പ്രോസസ് എന്നുള്ള ചാപ്റ്ററിൻ്റെ ഭാഗമായിട്ട് റീസണിംഗ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. രണ്ട് തരം റീസണിങ്ങിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഡിഡക്റ്റീവ് റീസണിങ്ങും ഇൻഡക്റ്റീവ് റീസണിങ്. രണ്ട് തമ്മിൽ ക്ലാസിഫിക്കേഷൻ നമുക്ക് ക്ലിയർ ആണ്. ജനറൽ ആയിട്ടുള്ള ഒരു കാര്യത്തിൽ നിന്ന് പർട്ടിക്കുലറിലേക്ക് പോകുന്നതിനാണെന്ന് പറയുന്നത് ഡിഡക്ഷൻ എന്ന് പറയുന്നത്, ഡിഡക്റ്റീവ് റീസണിംഗ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, ഇവിടെ തേഴ്സ്റ്റൺ മുന്നോട്ട് വയ്ക്കുന്നത് ഇൻഡക്റ്റീവ് റീസണിങ്ങിനെ കുറിച്ചാണ്. യുക്തി ഉപയോഗിച്ച് ചിന്തിക്കുന്നതാണ് റീസണിംഗ് എന്ന് പറയുന്നത്. യുക്തി ഉപയോഗിച്ച് ചിന്തിക്കുന്നത്. യുക്തി ഉപയോഗിച്ച് രണ്ട് രീതിയിൽ നമുക്ക് ചിന്തിക്കാം. ജനറൽ ആയിട്ടുള്ള ഒരു കാര്യത്തിൽ നിന്ന് അതിൻ്റെ പർട്ടിക്കുലേഴ്സ് മനസ്സിലാക്കാം, അതിൻ്റെ ആസ്പെക്ട്സ് മനസ്സിലാക്കാം. കുറേയധികം കാര്യങ്ങളിൽ നിന്ന് ജനറൽ ആയിട്ടുള്ള പ്രിൻസിപ്പിളിലേക്ക് നമുക്ക് പോകാം. ഈ രണ്ട് തരം റീസണിംഗ് ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇവിടെ ഇൻഡക്റ്റീവ് റീസണിംഗ് ആണ് നമ്മൾ തേഴ്സ്റ്റൺ മുന്നോട്ട് വയ്ക്കുന്ന ഏഴാമത്തെ പ്രൈമറി മെന്റൽ എബിലിറ്റീസ് എന്ന് പറയുന്നത്. ഡിറൈവിംഗ് ജനറൽ റൂൾ ഫ്രം പർട്ടിക്കുലേഴ്സ് പ്രസന്റ്. നമ്മുടെ മുമ്പിലേക്ക് പ്രസന്റ് ചെയ്യപ്പെടുന്ന പർട്ടിക്കുലേഴ്സിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മുടെ മുമ്പിലേക്ക് കിട്ടിയിട്ടുള്ള വിശദാംശങ്ങളിൽ നിന്ന് അതിൻ്റെ ഒരു ജനറൽ ആളുടെ എബിലിറ്റിയാണെന്ന് പറയുന്നത് ഇൻഡക്റ്റീവ് റീസണിംഗ് എന്ന് പറയും. ഒരു ഡോക്ടറുടെ മുമ്പിൽ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ പലപ്പോഴും നമ്മൾ അസുഖമല്ലല്ലോ നമ്മൾ ഡോക്ടറുടെ മുമ്പിൽ പോയിട്ട് പറയുന്നത്. നമ്മൾ എന്തായിരിക്കും ഒരു ഡോക്ടറുടെ മുമ്പിൽ പോയിട്ട് നമ്മൾ അസുഖമായിട്ട് ചിലപ്പോൾ പറയാം, ഇങ്ങനെ പല സിംറ്റംസ് പറയും അല്ലേ, പല സിംറ്റംസ് പറയും. അതായത് ഇന്ന ജലദോഷമുണ്ട്, അല്ലെങ്കിൽ ഉറക്കമില്ല, വിശപ്പില്ല, ഇങ്ങനെ ഭയങ്കര പനി, ഫീവർ ഫീൽ ചെയ്യുന്നുണ്ട്, ഇങ്ങനെ പല ലക്ഷണങ്ങളാണ് പറയും. ഈ ലക്ഷണങ്ങൾ, അതാണ് പർട്ടിക്കുലേഴ്സ് എന്ന് പറയും. ഈ ലക്ഷണങ്ങൾ കേട്ട് ഡോക്ടർ ചെയ്യുന്ന പ്രോസസ് എന്താണ്? ഡോക്ടർ ചെയ്യുന്നത് അതിൻ്റെ ഡയഗ്നോസിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഡയഗ്നോസിലേക്ക് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ജനറൽ ആയിട്ടുള്ളൊരു ഇതിലേക്ക്, ഒരു ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയയിലേക്ക് അദ്ദേഹം പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസിന് ഉപയോഗിച്ചുകൊണ്ട്, അവൈലബിൾ ആയിട്ടുള്ള പർട്ടിക്കുലേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് അതിൽ നിന്നൊരു ജനറൽ ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ ഡെറൈവ് ചെയ്തെടുക്കുകയാണ് ഒരാളുടെ എബിലിറ്റിയാണ് പറയുന്നത് ഇൻഡക്റ്റീവ് റീസണിംഗ് എന്ന് പറയുന്നത്. ഇങ്ങനെ 7 തരം ഇൻ്റലിജൻസുകളെ കുറിച്ചാണ് നമ്മൾ മൂന്നാമത്തെ സൈക്കോമെട്രിക് തിയറിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മൂന്നാമത്തെ സൈക്കോമെട്രിക് തിയറി ആയിട്ടുള്ള തിയറി ഓഫ് 7 പ്രൈമറി മെൻ്റൽ എബിലിറ്റീസ് എന്ന് പറഞ്ഞ തിയറിയുടെ ഭാഗമായിട്ട് നമ്മൾ ചർച്ച ചെയ്തു. ഒന്നുകൂടി നമുക്കൊന്ന് റീക്യാപ്പ് ചെയ്യാം. ഒന്നാമത്തത് വെർബൽ കോംപ്രിഹെൻഷൻ, 2 ന്യൂമറിക്കൽ എബിലിറ്റീസ്, 3 സ്പേഷ്യൽ റിലേഷൻസ്, 4 പെർസെപ്ച്വൽ സ്പീഡ്, 5 വേർഡ് ഫ്ലുവൻസി, 6 മെമ്മറി, 7 ഇൻഡക്റ്റീവ് റീസണിങ്. ഓരോന്നും നമ്മൾ വളരെ വിശദമായിട്ട് സംസാരിച്ചു. തേഴ്സ്റ്റൺ തിയറിയാണ് മൂന്നാമത്തെ തിയറിയാണ്, തിയറി ഓഫ് പ്രൈമറി മെൻ്റൽ എബിലിറ്റീസ്. ഓക്കെ, നമുക്ക് ഇനി ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. 2 തിയറീസ് കൂടി, സൈക്കോമെട്രിക് തിയറിയുടെ ഭാഗമായിട്ട് 2 തിയറീസ് കൂടി നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. തിയറിയുടെ പേര് മാത്രം ഒന്ന് പറയാം. നാലാമത്തെ തിയറിയായിട്ട് നമുക്ക് ഇനി പഠിക്കാനുള്ളത് ഹൈറാർക്കിക്കൽ തിയറി ഓഫ് ഇൻ്റലിജൻസ്. 5ാമതായിട്ട് നമ്മൾ പഠിക്കുന്നത് ഗിൽഫോർഡ് എന്ന് പറയുന്നതാണ് സ്ട്രക്ചർ ഓഫ് ഇൻ്റലക്റ്റ് മോഡൽ. സ്ട്രക്ചർ ഓഫ് ഇൻ്റലക്റ്റ് മോഡൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന 5ാമത്തെ തിയറി. അപ്പോൾ 2 തിയറീസ് കൂടിയാണ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. ഏതൊക്കെയാണ്? ഹൈറാർക്കിക്കൽ മോഡലും സ്ട്രക്ചർ ഓഫ് ഇൻ്റലക്റ്റ് മോഡലും. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് സൈക്കോമെട്രിക് അപ്രോച്ചിൽ 3 തിയറീസാണ്. സൈക്കോമെട്രിക് അപ്രോച്ചിൽ നമ്മൾ പഠിക്കുന്ന 3 തിയറീസ്, 5 തിയറീസാണ് ആകെ പഠിക്കാനുള്ളത്. അതിൽ 3 തിയറീസാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. ഏതൊക്കെയാണ്? ഒന്ന് യൂണിഫാക്ടർ തിയറി അല്ലെങ്കിൽ 1 ഫാക്ടർ തിയറി ഓഫ് ഇൻ്റലിജൻസ്. ആരാത് പ്രപ്പോസ് ചെയ്തത്? ആൽഫ്രഡ് പിനെ എന്ന് പറയുന്ന ആൾ പ്രപ്പോസ് ചെയ്തിട്ടുള്ള 1 ഫാക്ടർ തിയറി ഓഫ് ഇൻ്റലിജൻസ്. രണ്ടാമത് 2 ഫാക്ടർ തിയറി ഓഫ് ഇൻ്റലിജൻസ്. ആരാ പ്രപ്പോസ് ചെയ്തത്? ചാൾസ് പിയർമാൻ എന്ന് പറഞ്ഞ മനഃശാസ്ത്രജ്ഞൻ പ്രപ്പോസ് ചെയ്തിട്ടുള്ള 2 ഫാക്ടേഴ്സാണ്. അപ്പോൾ ആദ്യത്തേൽ 1 ഫാക്ടർ ഉള്ളത് പറഞ്ഞു, രണ്ടാമത്തേൽ വന്നപ്പോൾ 2 ഫാക്ടറാണ്. ജനറൽ ഫാക്ടറും സ്പെസിഫിക് ഫാക്ടേഴ്സ്, ജി ഫാക്ടറും എസ് ഫാക്ടേഴ്സും. പക്ഷേ മൂന്നാമത്തെ തിയറി തേഴ്സ്റ്റൺ എന്ന് പറഞ്ഞ മനഃശാസ്ത്രജ്ഞൻ്റെയാണ്. അദ്ദേഹത്തിൻ്റെ തിയറിയുടെ പേരാണ് തിയറി ഓഫ് പ്രൈമറി മെൻ്റൽ എബിലിറ്റീസ്. 7 പ്രൈമറി മെൻ്റൽ എബിലിറ്റീസ് ആണ് അദ്ദേഹം മുമ്പോട്ട് വയ്ക്കുന്നത്. 7 പ്രൈമറി മെൻ്റൽ എബിലിറ്റീസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 7 ഇൻഡിപെൻഡൻ്റ് ഓഫ് ഈച്ച് അതർ എന്നാണ് പറയുന്നത്. മറ്റുള്ളവരിൽ നിന്ന് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള എക്സിസ്റ്റൻസ് ആണ് തേഴ്സ്റ്റൺ മുന്നോട്ട് വയ്ക്കുന്നത്. ഇൻഡിപെൻഡൻ്റ് ഓഫ് ഈച്ച് അതർ എന്നാണ് അത് ഉപയോഗിക്കുന്നത്. 7 ഏതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്? വെർബൽ കോംപ്രിഹെൻഷൻ, ഭാഷ മനസ്സിലാക്കുന്നതിനും ആശയങ്ങളൊക്കെ മനസ്സിലാക്കുന്നതിനുള്ള ഒരാളുടെ കഴിവ്. 2 ന്യൂമറിക്കൽ എബിലിറ്റീസ്, വേഗത്തിലും കൃത്യതയോടെയും സംഖ്യകൾ ഉപയോഗിക്കുന്നതിനും ക്രിയകൾ ഉപയോഗിക്കുന്നതിനൊക്കെ ഒരാളുടെ കഴിവ്. 3 സ്പേഷ്യൽ റിലേഷൻസ്, മാതൃകകളും രൂപങ്ങളും ഒക്കെ ദൃശ്യപരമായിട്ട് മനസ്സിലാക്കുന്നതിനുള്ള ഒരാളുടെ എബിലിറ്റി, കഴിവ്. 4 പെർസെപ്ച്വൽ സ്പീഡ്, വേഗത്തിൽ വിശദാംശങ്ങൾ മനസ്സിലാക്കുന്നതിനുള്ള ഒരാളുടെ കഴിവ്. 5 വേർഡ് ഫ്ലുവൻസി, വാക്കുകൾ വഴക്കത്തോടെയും കൃത്യതയോടെയും ഉപയോഗിക്കുന്നതിനുള്ള ഒരാളുടെ കഴിവ്. 6 മെമ്മറി, കൃത്യതയോടെ ഓർമ്മിച്ചെടുക്കുന്നതിനുള്ള ഒരാളുടെ കഴിവ്. 7 ഇൻഡക്റ്റീവ് റീസണിങ്. ഇൻഡക്റ്റീവ് റീസണിങ് എന്ന് പറയുന്നത് ഒരു
പൊതു നിയമം അവൈലബിൾ ആയുള്ള വിശദാംശങ്ങളിൽ നിന്ന് പൊതു നിയമം മനസ്സിലാക്കിയെടുക്കുന്നുള്ള ഒരാളുടെ കഴിവ്. ഇത്രയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യപ്പെടുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് നോക്കുക, വായിച്ച് നോക്കുക, ഈ പാഠഭാഗം വരുന്ന ഭാഗങ്ങളൊന്ന് വായിച്ച് നോക്കുക, നോട്ട് തയ്യാറാക്കുക, സംശയങ്ങൾ ചോദിക്കുക, നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പുകളിൽ ചോദിക്കുക. 3 തിയറീസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഉപയോഗപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നു. താങ്ക് യു ഫോർ ലിസണിങ്.